ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും തക്കു വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് സവാള വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനായിട്ട് ഒരു സവാള നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിലേക്ക് ഒരു പച്ചമുളകും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കണം. പിന്നെ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നല്ലപോലെ റോസ്റ്റായിട്ട് വരണം. റോസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടാണ് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാറ്. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ. നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നീട് നമുക്കതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മൾ ആവശ്യാനുസരണം ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് കുറച്ച് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഇടുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടും. അങ്ങനെ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ പൊടികളെല്ലാം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഈ മസാലപ്പൊടികളെല്ലാം ഇട്ടത്. പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കുറച്ച് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് അത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ അത് മിക്സായിട്ട് വരും. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വെച്ചാൽ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടും. വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഒരു സലാഡ് പോലെയോ അച്ചാർ പോലെയോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. തക്കു വ്ളോഗ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.